യുഎഇയും ഒമാനും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം 19-നായിരിക്കും റമദാൻ വ്രതം ആരംഭിക്കുക എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ. ഫെബ്രുവരി 17-ന് റമദാൻ മാസപ്പിറവി കാണാൻ ഇടയില്ല എന്നും വാന നിരീക്ഷകർ വ്യക്തമാക്കി. പുണ്യ റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 17-നാണ് ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ വ്രതാരംഭം തീരുമാനിക്കാനുള്ള വാനനിരീക്ഷണം നടക്കുക. യുഎഇ, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളുണ്ടാകും. സർക്കാർ ഏജൻസികളും വാനനിരീക്ഷണ കേന്ദ്രങ്ങളും മാസപ്പിറവി നിരീക്ഷിക്കും. എന്നാൽ അന്നേ ദിവസം മാസപ്പിറവി കാണാൻ ഇടയില്ലെന്നാണ് വാനനിരീക്ഷകരുടെ വിലയിരുത്തൽ. അറബ് ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും സൂര്യാസ്തമയത്തിന് മുമ്പോ അസ്തമയത്തോടൊപ്പമോ ചന്ദ്രപ്പിറവി ഉണ്ടാകും. യുഎഇയിൽ സൂര്യാസ്തമയത്തിന് 1 മിനിറ്റ് മുമ്പാകും ചന്ദ്രോദയം. സൗദി തലസ്ഥാനമായ റിയാദിൽ 42 സെക്കൻഡ് മുമ്പും. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ടോ ടെലിസ്കോപ്പിക് ഉപകരണങ്ങൾക്കോ മാസപ്പിറവി ദൃശ്യമാകില്ലെന്ന് വിവിധ രാജ്യങ്ങളിലെ ജ്യോതിശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 18 ബുധനാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി 19-ന് വ്യാഴാഴ്ചയാകും റമദാൻ വ്രതം ആരംഭിക്കുക. എന്നാൽ ഔദ്യോഗിക ചന്ദ്രദർശനത്തെ ആശ്രയിച്ചായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മതകാര്യ വകുപ്പുകൾ പ്രഖ്യാപിക്കുക. റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഓരോ ഗൾഫ് രാജ്യങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളും മതകാര്യ മന്ത്രാലയങ്ങളുമെല്ലാം ഒരുമിച്ചാണ് വിവിധ നടപടികൾ പൂർത്തിയാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്, മസ്കറ്റ്.